വടകര നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ട്രാഫിക് പോലീസ്. വടകര പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സദാസമയവും രൂക്ഷമായ കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ 2 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷകൾ പലയിടത്തായി നിർത്തുന്നതിന് പകരം അനുവദിച്ചിട്ടുള്ള ട്രാക്കിൽ മാത്രം നിർത്തി യാത്രക്കാരെ കയറ്റാനും ഇറക്കാനും നിർദ്ദേശം നൽകി. വാഹനങ്ങൾ തോന്നിയ പോലെ പോകുന്നതിന് പകരം 2 ഭാഗങ്ങളാക്കി തിരിച്ച് അതുവഴി മാത്രമാണ് പോകേണ്ടത്. കാൽനട യാത്രക്കാർ പലയിടങ്ങളിൽ നിന്നായി റോഡ് മുറിച്ചു കടക്കാൻ പാടില്ല. അതിനായി സീബ്ര ലൈൻ തന്നെ ഉപയോഗിക്കണം. നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്നും ട്രാഫിക് SI പറഞ്ഞു. ഞങ്ങളുടെ ഇവിടെ നിന്ന് ചെയ്തിരിക്കുന്നത് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൽ ഈ ഓട്ടോറിക്ഷക്കാരുടെ ഇവിടെ നിന്ന് ആൾക്കാരെടുത്ത് ഇവിടെ ക്രോസ് ചെയ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്രോസ് ചെയ്യലുണ്ടായിരുന്നു. ആ ക്രോസ് ചെയ്യലും പിന്നെ ജനങ്ങൾ സീബ്ര ക്രോസ് കൂടെ എല്ലാ പല ഭാഗങ്ങളിലായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻട്രൽ ഡിവൈഡർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ എൻഡിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകാനും അതുപോലെ ജനങ്ങൾക്ക് സീബ്ര ക്രോസും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് പോകുവാനും അതുപോലെ തന്നെ ഈ ഓട്ടോറിക്ഷകളുടെ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് പല ഭാഗങ്ങളിലായിട്ട് ക്രോസ് ചെയ്യുന്ന ആ ഒരു ഇതും കൂടി ഇത് വെച്ചതുപോലെ നമുക്ക് ഒഴിവായി കിട്ടിയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഓട്ടോറിക്ഷ വൈകുന്നേര സമയങ്ങളിൽ ആൾക്കാർക്ക് ഓട്ടോ കിട്ടുന്നില്ല എന്നുള്ളൊരു പരിഭവമുണ്ട്. വൈകുന്നേര സമയത്ത് ഓട്ടോറിക്ഷ ഇവിടെ കാണുന്നില്ല. നമുക്കത് എന്തായാലും നമുക്കത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വൈകുന്നേരം ആൾക്കാർക്ക് ഓട്ടോറിക്ഷ കാണുന്നില്ല. ഓട്ടോ സ്ഥിരമായിട്ട് കാണുന്ന സ്ഥലത്ത് ഓട്ടോറിക്ഷ കാണുന്നില്ല. അപ്പോൾ അത് നമുക്ക് പരിഹരിക്കണം തീർച്ചയായിട്ടും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.